ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈസ്റ്റർ ക്രാഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ് ബോർഡിൻ്റെ ഒരു പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ടാണെങ്കിൽ ഒരു ബ്രൗൺ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കളർ ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെച്ചു. ഇനി ഇതുപോലത്തെ ഒരു വൈറ്റ് കളർ വുളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് രണ്ട് വിരലൂടെ ഒരുമിച്ച് പിടിച്ചിട്ടാണെങ്കിൽ വീഡിയോക്കകത്ത് കാണുന്ന പോലെ വുളൻ ത്രെഡ് ആണെങ്കിൽ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ചുറ്റെടുത്തതിന് ശേഷം പതിയെ ഒന്ന് വിരലിൽ നിന്ന് ഊരിയെടുത്തിട്ട് ഇതുപോലെ ഒരു വുളൻ ത്രെഡിൻ്റെ ഒരു പീസ് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സെൻട്രലായിട്ടാണ് കെട്ടിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കെട്ടിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കാണെങ്കിൽ അതിൻ്റെ സൈഡ് ഫുള്ളാണെങ്കിൽ വുളൻ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കത്രി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സൈഡ് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുത്ത് എനിക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. ഇതുകൊണ്ടൊരു പോംപോമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കാണെങ്കിൽ കുറേശ്ശെ വുളൻ ത്രെഡിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് ട്രിം ചെയ്തെടുക്കണം. ട്രിം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്രികയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ട്രിം ചെയ്തെടുക്കാനായിട്ട്. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. നല്ലൊരു പോംപോമിൻ്റെ ഷേപ്പ് ആവുന്നോളം വരെ നമുക്കാണെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഒരു ബോൾ നമ്മുടെ കയ്യിലിട്ട് ഉരുട്ടുന്ന പോലെ പയ്യെ ഉരുട്ടി ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൈസ് എത്തുന്നോളം വരെ നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് പോംപോംസ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നതാണെങ്കിൽ കുറച്ച് ഫോം ഷീറ്റാണ്. വൈറ്റ് കളർ ഫോം ഷീറ്റും അതുപോലെ തന്നെ പിങ്ക് കളർ ഫോം ഷീറ്റാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പോംപോം ബോൾസ് ആണെങ്കിൽ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ആണെങ്കിൽ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുയലിനാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുയലിൻ്റെ ചെവി ഇതുപോലെ ആണെങ്കിൽ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ചെവി ഒട്ടിച്ചെടുത്ത് കൊടുത്തു. ഇനിയാണെങ്കിൽ കുറച്ച് ബ്ലാക്ക് കളർ ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ കണ്ണും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസിലും മൂക്കിൻ്റെ ഭാഗത്തായിട്ട് ഒട്ടിക്കാനായിട്ടാണെങ്കിൽ ഫോം ഷീറ്റ് കൊണ്ട് തന്നെയാണെങ്കിൽ ചെറിയൊരു ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി കളർ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാർഡ് ബോർഡ് എടുത്തു. എന്നിട്ടാണെങ്കിൽ നമ്മുടെ മൊയിലുകളെ ആണെങ്കിൽ ആ കാർഡ് ബോർഡ് മുകളിലായിട്ടാണെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. ഇനിയാണെങ്കിൽ ഒരു വൈറ്റ് കളർ ഫോം ഷീറ്റ് എടുത്തിട്ട് അതിലാണെങ്കിൽ ഹാപ്പി ഈസ്റ്റർ എന്ന് ഞാൻ എഴുതി കൊടുത്താൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കേർവ്ഡ് ലൈനായിട്ടുള്ള സ്കെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അതൊന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രെയിം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, ഒരു മിററിൻ്റെ ഫ്രെയിം ആയിരുന്നു. അപ്പോൾ അതിലോട്ടാണെങ്കിൽ ഗ്രീൻ കളർ വുളൻ ത്രെഡ് ആണെങ്കിൽ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ വുളൻ ത്രെഡ് ഫുള്ള് ചുറ്റിയെടുത്തു. എന്നിട്ടാണെങ്കിൽ ഹാപ്പി ഈസ്റ്റർ എന്ന് എഴുതിയിട്ടുള്ള നമ്മൾ ആ ഫോം ഷീറ്റ് കട്ടിങ് എടുത്തിട്ട് അതിന് പുറകുവശത്തര ഇതുപോലെ രണ്ട് വുളൻ ത്രെഡ് പീസുകളാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വുളൻ ത്രെഡ് ചുറ്റി വെച്ചിരിക്കുന്ന ഫ്രെയിമിലോട്ട് ഹാങ് ചെയ്ത് വരുന്ന രീതിയിലാണെങ്കിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കാർഡ് ബോർഡിലോട്ടാണെങ്കിൽ ഇതുപോലെ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി കുറച്ച് ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ലീവ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എടുത്തു. അത് ഞാൻ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസുകളെല്ലാം ആണെങ്കിൽ കാർഡ് ബോർഡിലോട്ടാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രീനറി എഫക്റ്റ് ഒക്കെ അന്നേരം നമുക്ക് കിട്ടും. ഇതിന് പകരം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ലീവ്സൊക്കെ ആയാലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ തൽക്കാലം ആർട്ടിഫിഷ്യൽ ലീവ്സും ഫ്ലവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈസ്റ്റർ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ ഗ്രീൻ ലീവ്സ് ഫുള്ളാണെങ്കിൽ കാർഡ് ബോർഡ് മൊത്തം ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ലീവ്സ് എല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയ വൈറ്റും ലാവൻഡർ കളറും ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ഡെക്കറേഷൻ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുയൽക്കൊട്ടന്മാരെയൊക്കെ കാണാൻ എങ്ങനെയുണ്ട്? മുയൽക്കൊട്ടന്മാരായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ത്രെഡ് എടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ച് ഞാൻ ഇപ്പം ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ടേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ടേബിൾ സെൻറ്റർ പീസായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈസ്റ്റർ ഡെക്കറേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നതാണ് മുയൽക്കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ. അപ്പോൾ അതൊക്കെ സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ തുടക്കങ്ങളുടെയും അതുപോലെ തന്നെ ഫലഭൂഷ്ഠതയുടെയും പുതുക്കലിൻ്റെയൊക്കെ പ്രതീകങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് ഈസ്റ്റർ ഡെക്കറേഷൻസിൽ നമ്മൾ ഇതുപോലത്തെ മുയൽക്കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് തരാം. അതായിരിക്കും ടാറ്റാ ബൈ.